പാർട്ടിയെ വെല്ലുവിളിച്ച് എംഎൽഎമാരായെത്തിയ CPM വിമതരുടെ സത്യപ്രതിജ്ഞ മറ്റൊരു കൗതുകമായി. കണ്ണൂരിലെ പാർട്ടി കോട്ടകളിൽ അട്ടിമറി വിജയം നേടിയ TK ഗോവിന്ദനോടും V കുഞ്ഞികൃഷ്ണനോടും പിണറായി വിജയൻ ഈ രാഷ്ട്രീയ വൈര്യമൊന്നും പ്രകടമാക്കിയതേയില്ല. മാസങ്ങൾക്ക് മുമ്പ് പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തുപോയവർ തിരികെ എത്തുന്നത് നിയമസഭാംഗങ്ങളായിട്ടാണ്. എല്ലാ അർത്ഥത്തിലും കൃത്യമായ രാഷ്ട്രീയ മറുപടി. TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും ട്രഷറി ബെഞ്ചിന്റെ പിൻനിരയിലായിരുന്നു സീറ്റ്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഭരണ പ്രതിപക്ഷ നിരയെ അഭിവാദ്യം ചെയ്യുന്നതാണ് പതിവ് രീതി. ശ്രീ TK ഗോവിന്ദൻ മാസ്റ്റർ. TK ഗോവിന്ദൻ ആദ്യമെത്തി. ഭരണപക്ഷ നിരയിൽ നിന്നും കയ്യടി ഉയർന്നു. പതിവിന് വ്യത്യസ്തമായി ഗോവിന്ദൻ ആദ്യം അഭിവാദ്യം ചെയ്തത് പിണറായി വിജയനെ. സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പിണറായി ഗോവിന്ദന് ഹസ്തദാനം ചെയ്തു. V കുഞ്ഞികൃഷ്ണൻ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പിണറായിയുടെ സീറ്റിന് സമീപത്തെത്തി അഭിവാദ്യം ചെയ്തു. തിരിച്ച് പിണറായിയും. ഇരുവരുടെയും സഗൗരവ പ്രതിജ്ഞ. പ്രോട്ടേം സ്പീക്കർ G സുധാകരൻ നാളെ മുതൽ ഭരണപക്ഷ നിരയിലെത്തും. സ്വതന്ത്രരെന്ന പരിവേഷമുണ്ടെങ്കിലും CPMന്റെ 3 മുൻനിര നേതാക്കൾ ഇത്തവണ മറുചേരിയിലെന്ന കൗതുകത്തിനാണ് ഇനി മുതൽ നിയമസഭാ സമ്മേളനം സാക്ഷ്യം വഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഭൂരിഭാഗം സാമാജികരും മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ചുരുക്കം ചിലർ മാത്രം ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്തില്ലേ? F രാജ തമിഴിലും AKM അഷ്റഫ് കന്നഡയിലുമാണ് സത്യവാചകം ചൊല്ലിയത്. നിയമസഭയിലെ ഇരിപ്പിടങ്ങളിലും താൽക്കാലിക ക്രമീകരണങ്ങളായി മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിക്കാണ് സീറ്റ്. കക്ഷി നേതാക്കൾക്ക് ഒപ്പം രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, KA മുരളീധരൻ എന്നിവരും മുൻനിരയിൽ സ്ഥാനമുണ്ട്. പ്രതിപക്ഷ ബെഞ്ചിൽ പിണറായി വിജയനടുത്ത് KN ബാലഗോപാലാണ്. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറും ഇന്ന് 1ാം നിരയിലായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.